നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം കൂടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണൻ ഞായറാഴ്ച മരിച്ചിരുന്നു. 60% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിരുവമ്പാടി വെടിക്കെട്ടിന്റെ കരാറുകാരൻ സതീശൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഇദ്ദേഹവും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അപകടത്തിൽ സതീശന് 100% പൊള്ളലേറ്റിരുന്നു. പുലിക്കളി കലാകാരനായിരുന്നു മരിച്ച രാകേഷ്. കടുത്ത ചൂടിനും താപനില മുന്നറിയിപ്പിനുമിടെ ആശ്വാസമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ വേനൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ വൈദ്യുതി വിതരണം പരുങ്ങലിലാകുമെന്ന് KCB മുന്നറിയിപ്പ് നൽകി. അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനിലയും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും മൂലമുള്ള അത്യുഷ്ണം അനുഭവപ്പെടുകയും ഉഷ്ണതരംഗ സമാന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ജനകീയ സംരക്ഷണ സമിതി കച്ചേരിക്കടവ് യൂണിറ്റ് രൂപീകരിച്ചു. ജനകീയ സംരക്ഷണ സമിതി മേഖലാ പ്രസിഡന്റ് ശിവദാസൻ തുയ്യത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജോയ് ചീനിക്ക അധ്യക്ഷനായിരുന്നു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പെരുവാൻകുഴിയിൽ, സമിതി നേതാക്കളായ ഡേവിസ് ആർട്ടിസ്റ്റ്, ഹംസ കളപ്പാടൻ, PT ജോയ്, റഷീദ് കാരിക്കുളം, KK ശാന്ത, മുസ്തഫ അയനിക്കാടൻ, സൂപ്പി പെരുവാൻകുഴിയിൽ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയനെ കൺവെൻഷൻ ആദരിച്ചു. യൂണിറ്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി പോൾ മന്നളി, സെക്രട്ടറി CA അബൂബക്കർ, ജോയിന്റ് സെക്രട്ടറി KC ജോൺസൺ, വൈസ് പ്രസിഡന്റ് KR സുരേഷ്, ട്രഷറർ ജോയ് ചീനിക്ക എന്നിവരെ കൺവെൻഷൻ തിരഞ്ഞെടുത്തു. മാള കോവിലകത്തുകുന്നിൽ 130 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മാള റേഞ്ച് എക്സൈസ് സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. കല്ലൂർ മാവിൻചുവട് പരേതനായ നെടുംപുരയ്ക്കൽ മുഹമ്മദിന്റെ ഭാര്യ കുഞ്ഞീവി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. ഖബറടക്കം കല്ലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നടക്കും. അബ്ദുൽ ജബ്ബാർ, സുബൈദ, ഷെരീഫ്, അബ്ദുൾ റഹീം, റംലത്ത്, സീനത്ത്, താഹിറ, പരേതനായ അബ്ബാസ് എന്നിവർ മക്കളും, അബ്ദുൽ അസീസ്, വാഹിദ, ഷംസുദ്ദീൻ, ജമീല, റസിയ, പരേതരായ സബിത, അഷ്റഫ്, റഷീദി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ കിഴക്കുവീട്ടിൽ ജോഷി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. ഷൈലയാണ് ഭാര്യ. ഇമാനുവേൽ, ഡാനിയൽ എന്നിവർ മക്കളാണ്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 14,155 രൂപയും പവന് 1,13,240 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.